വിഷയമാണ് നാം ഇന്നത്തെ ഇപ്പോൾ ചിന്താ വിഷയമായി. എന്തുകൊണ്ടാണത് ഇത്ര ഗൗരവപരിതായത് എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിക്കണം വിചാരിക്കുക, സഹോദരിമാർ ആഭരണം ഇടണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ എന്റെ ശക്തമായ ഉത്തരം ഇടണ്ട എന്നാണ്. നിങ്ങളുടെ വീട്ടിൽ ഭാര്യയും മക്കളും ഇനി ഇടാൻ പോവുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. സ്നാനപ്പെടുമ്പോൾ ആഭരണം ഊരുന്നതാണോ നല്ലത് ഊരാത്തതാണോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഊരുന്നത് തന്നെയാണ് നല്ലത്. ആഭരണത്തോട് യാതൊരു താല്പര്യവും ആർക്കും ഉണ്ടാകുന്നതിന് ഞാൻ അനുകൂലമല്ല. ഇന്നത്തിനായി മീറ്റിംഗിൽ നിന്ന് വന്നിരിക്കുന്നത് അതാണ് ഗൗരവമുള്ള കാര്യം എന്ന് പറഞ്ഞു. ഒരാൾ വാസ്തവമായി രക്ഷിക്കപ്പെട്ട് വീണ്ടും നിന്നതിന് അനുഭവത്തിൽ വന്നു കഴിഞ്ഞ് അയാൾ ആഭരണം വർജിച്ചില്ല എന്ന ഏത് കാരണത്താൽ അയാളെ സ്നാനപ്പെടുത്താതിരിക്കുന്നതിന് വചനത്തിൽ എന്തെങ്കിലും ആധാരമുണ്ടോ എന്നാണ് ജോലിസോറിന്റെ ചോദ്യം. ആഭരണം വിടുന്നത് ജോൺ കുര്യൻ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളതല്ല, വചനത്തിൽ ആധാരമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് വിഷയത്തിന്റെ ഗൗരവം. വചനത്തിൽ യാതൊരു ആധാരവുമില്ല. അപ്പോ എന്റെ പേഴ്സണൽ പ്രിഫറൻസ് ആരും ആഭരണം ഇടാതിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇനി അത് തന്നെയാണ് ആരും ചോദിച്ചാൽ ഞാൻ പറയാൻ പോകുന്നു. പക്ഷേ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല പറയുന്നത്. അത് കേവലം പേഴ്സണൽ പ്രിഫറൻസ് എന്നേ ഉള്ളൂ. നമ്മുടെ കർത്താവോ അപ്പോസ്തലന്മാരോ പഠിപ്പിച്ചതായ ഉപദേശ രൂപത്തിൽ രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം അല്ലെങ്കിൽ എന്നുള്ളതല്ലാതെ ഇന്നതോടെ ചെയ്തിട്ട് സ്നാനപ്പെടണം എന്ന് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടില്ല. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു പഠിപ്പിക്കലില്ല. അങ്ങനെ ഇരിക്കെ അത് പുതിയ നിയമത്തിന്റെ ഉപദേശമാണെന്നും അങ്ങനെ ഒരു പഠിപ്പിക്കലുണ്ട് എന്ന് പറയുന്നത് വളരെ വലിയ അപരാധമാണ്. ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലൂടെ വന്നിരിക്കുന്നത്. ഈ കാര്യം എവിടെയും പറയാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഇടണോ വേണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ദൈവവചനത്തിൽ പഠിപ്പിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഉപദേശം സ്നാനപ്പെടുവാൻ വർജിച്ചിരിക്കണം ഒരു ഉപദേശം തിരുവഴുത്തിലില്ല. ഞാൻ ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ പോകാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. സൗത്ത് അമേരിക്ക ഒഴിച്ച് ലോകത്തിലെ എല്ലാ കോണ്ടിനെന്റ്സിൽ പോകാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ പോയിട്ടുള്ള അങ്ങനെയുള്ള ആളുകളുമുണ്ട്. ലോകത്തിലെല്ലായിടത്തും ബ്രദറുകാരെന്ന് അറിയപ്പെടുന്ന ഒരു ഉപദേശം ഒന്ന് തന്നെയാണ്. കൊറിയയിൽ പഠിപ്പിക്കുന്നത് തന്നെയാണ് കുമ്പനാട്ടിൽ പഠിപ്പിക്കുന്നത്, അത് തന്നെയാണ് തൃശ്ശൂരും പഠിപ്പിക്കുന്നത്, അത് തന്നെയാണ് ജപ്പാനിലും പഠിപ്പിക്കുന്നത്, അത് തന്നെയാണ് ആഫ്രിക്കയിലും പഠിപ്പിക്കുന്നത്. ലോകമെങ്ങും ഞാൻ പോയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും നാം എല്ലാവരും വിശ്വസിക്കുന്നത് ഒരേ ഉപദേശമാണ്. രക്ഷയെ സംബന്ധിച്ചും സ്നാനത്തെ സംബന്ധിച്ചും സഭാബന്ധത്തെ സംബന്ധിച്ചും പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചും നാം വിശ്വസിക്കുന്ന ഒരേ ഉപദേശമാണ്. ഇതൊരു ഉപദേശമായിരുന്നെങ്കിൽ, ബ്രദറുകാരുടെ ഉപദേശമായിരുന്നെങ്കിൽ ലോകമെങ്ങും ഈ ഉപദേശം കണ്ടേനെ. എന്നാൽ നിങ്ങൾ കേട്ടതുപോലെ കേരളത്തിലല്ലാതെ വേറെങ്ങും ഇതൊരു ഉപദേശമായി പറയപ്പെടുന്നില്ല. ചിലർ പറയാറുണ്ട് ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലും ഇങ്ങനെ ആഭരണം ഇടാതിരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന്. അത് ശരിയാണ്, എനിക്കും അത് മനസ്സിലായിട്ടുണ്ട്. ലോകത്തിലെ ചില രാജ്യങ്ങളിലൊക്കെ ആഭരണം ഇടുന്നത് പ്രിഫർ ചെയ്യാത്ത നമ്മുടെ സഭകളുണ്ട്. എന്നാൽ അത് കേവലം പ്രിഫറൻസ് എന്നേ ഉള്ളൂ, അതിന് ഉപദേശമല്ല. സഭാ കൂട്ടായ്മയിൽ സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ സ്നാനപ്പെടുന്നതിന് തടസ്സമായോ ലോകത്തിൽ ഒരു രാജ്യത്തും എന്റെ അറിവിൽ, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു തരണം. എന്റെ അറിവിൽ ലോകത്തിൽ ഒരു രാജ്യത്തും ഇതേ ഉപദേശം പിടിച്ചിരിക്കുന്ന ഒരു കൂട്ടത്തിനും ഇതൊരു ഉപദേശമായിട്ട് പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. എന്നാൽ ലോകത്തിലെ ചില രാജ്യങ്ങളിൽ ഇത് ഇടാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള ചിന്താഗതിയുണ്ട്. അതുകൊണ്ട് ഇടുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും ഇടാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള സ്റ്റാൻഡ് വെളി രാജ്യങ്ങളിൽ ചില സഭകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കേവലം ഒരു നല്ല കാര്യം എന്ന ചിന്തയിലാണ്, ഉപദേശം എന്ന ചിന്തയിലോ വേദപുസ്തകം കർശനമായി പഠിപ്പിക്കുന്നു എന്ന നിലയിലോ അല്ല. ഞങ്ങളുടെ സ്ഥലത്ത് ഒരു സഹോദരി മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന്, ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു. ഞങ്ങൾ സ്നാനപ്പെടുത്തി. അപ്പോൾ ഭർത്താവിന് ഇവരുടെ കയ്യിൽ ഉള്ള മോതിരം അവർ ഊരിയത് വളരെ വിലക്കായി. ഭർത്താവ് വിശ്വാസിയല്ല. അപ്പോൾ ആ സഹോദരി ചെയ്തുകൊണ്ടിരുന്നത് സാരിയുടെ അറ്റത്ത് ഈ മോതിരം ഇങ്ങനെ കെട്ടി കൊണ്ടു നടക്കും. ഇത് എനിക്ക് ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് അറിയാവുന്ന കാര്യമാണ്, നല്ലവരും പറഞ്ഞു കേട്ട കാര്യമല്ല, നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. ആ സഹോദരി സാരിയുടെ അറ്റത്ത് ഈ മോതിരം ഇങ്ങനെ കെട്ടിക്കൊണ്ടു നടക്കും. എന്നിട്ട് ഭർത്താവ് കാണുമ്പോൾ, അദ്ദേഹം തന്റെ ജോലി പ്രമാണിച്ചിട്ട് ദൂരം പോകുന്ന ആളാണ്, ഭർത്താവ് കാണുമ്പോൾ ഇവരെടുത്ത് ഇട്ടുകൊണ്ട് തുടങ്ങി. അല്ലാത്ത ഇവർ പോയി, കാരണം അവരുടെ ഓർമ്മ. അപ്പോൾ അവരുടെ മകൻ ആ അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? അമ്മ കൂടി നടക്കുന്ന സഭയിലെ സഹോദരിമാരെ മോതിരം വിട്ടാണോ വന്നിരിക്കുന്നത്? പിന്നെ അമ്മ ഇത്ര പീഡ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ അപ്പന്റെ കയ്യിൽ നിന്ന് എന്ന് ആ മകൻ ചോദിച്ചായിട്ട് അറിയാനായിട്ട് ഇടയായിരുന്നു. ഞാൻ കൂടുതലായ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ,
രക്ഷിക്കപ്പെട്ടതിന്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളം ഇതാണ് എന്ന് വരെ പറയാനായിട്ട് നമ്മുടെ ആളുകൾ ഇപ്പോൾ മുതിർന്നിരിക്കുകയാണ്. അതിനെതിരെ ശബ്ദം ഉയർത്താതിരിക്കാൻ നിവൃത്തിയില്ല. ഇതുപോലൊരു അബദ്ധം വേറെ ഇല്ല. ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ അടയാളം അയാൾ ആഭരണം ഊരുന്നതാണ്. മറ്റൊരാള് ഈ അടുത്ത സമയത്ത് നമ്മുടെ സുചേട്ടൻ പറഞ്ഞ അടുത്ത സമയത്തിന് അല്പകാലം മുമ്പ് ബില്ലിംഗ്ഹാം രക്ഷിക്കപ്പെട്ടതാണെന്ന് എനിക്ക് പറയാൻ നിവൃത്തിയില്ല. കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മോതിരമുണ്ട്. അപ്പോ ബില്ലിംഗ്ഹാം മോതിരം ഇട്ടിട്ടുണ്ടല്ലോ എന്നൊരാൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടാണോ എന്ന് പറയാൻ എനിക്ക് നിവൃത്തിയില്ലെന്ന്. അപ്പോസ്തലനായ പൗലോസ് കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അധികം സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ ആഭരണത്തോടുള്ള വിരക്തി കയറി രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഏക ലക്ഷണം ആഭരണം വീഴുന്നതാണെന്നും ബില്ലിംഗ്ഹാം പോലും രക്ഷിക്കപ്പെട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ലെന്ന് പറയാൻ ആയിട്ടുണ്ട്. ഇതിന് തടയിടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആഭരണത്തോട് നമുക്ക് ആർക്കും പ്രത്യേകിച്ച് താല്പര്യമോ സന്തോഷമോ ഇടണമെന്നോ ഞാനോ നിങ്ങളാരും പറയുന്നില്ല എന്ന് എനിക്കറിയാം. എന്നാൽ ദൈവവചനത്തിലെ ഉപദേശമാണെന്നും രക്ഷിക്കപ്പെട്ടവർ ഊരിയ തീരുവെന്നും അങ്ങനെ എല്ലാവരെ കൂട്ടാനും എടുക്കരുതെന്ന് പറയുന്നത് ദൈവവചനത്തോട് കൂട്ടുചേർക്കുന്നതിന് തുല്യമാണ്. തിരുവചനത്തിൽ ആധാരമില്ലാത്തൊരു കാര്യമാണ്. ഇത് ബ്രദറുകാരുടെ ഉപദേശമായിരുന്നെങ്കിൽ നമ്മുടെ മഹാന്മാരായ ഉപദേശകന്മാരായ ഐൻസ്റ്റൈന് മുതലായ പണ്ഡിതന്മാരായ ആളുകളൊക്കെ ആ കാര്യം പഠിപ്പിക്കുമായിരുന്നു. അവരാരും പഠിപ്പിച്ചില്ല. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കുറച്ചു നാൾ മുമ്പ് കേരള സ്ഥലത്ത് ഒരു വിദേശ മിഷണറി വന്നു. അദ്ദേഹം ഒരു കൺസർവേറ്റീവ് ബ്രദറുകാരനാണ്. വളരെ കറ തീർന്ന ബ്രദറുകാരനാണ്. വളരെ കർശനക്കാരനും ചിട്ടക്കാരനുമാണ്. അദ്ദേഹം താമസിച്ചത് ഞങ്ങളുടെ വീട്ടിലല്ല, വേറെ വീട്ടിലാണ് ആദ്യം താമസിച്ചത്. അപ്പൊ ആ വീട്ടിലെ സമൂഹത്തിനോട് ചോദിച്ചു, കല്യാണം കഴിച്ചല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കല്യാണം കഴിച്ചാണ്. പിന്നെ എന്താ മോതിരമൊന്നും ഇല്ലല്ലോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോതിരം ഇട്ടാൽ ഇവിടെ കൂട്ടായ്മയിൽ എനിക്ക് പങ്കെടുക്കാനൊക്കെ ഇല്ല. ഈ മിഷനറി ഷോക്ക് അടിച്ചു. അയ്യോ, മോതിരം ഇട്ട സഭയിൽ കൂട്ടായ്മയിൽ പങ്കെടുക്കാനൊക്കെ ഇല്ലെന്നോ? ഇതെന്താ ഈ പറയുന്നത്? അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരാളെ സഭാ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മോതിരം ഇടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. എന്ന് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. ജോലിസോട് ചോദിച്ചത്, അങ്ങനെ സ്നാനപ്പെടുത്താതിരിക്കുന്നതിന് വചനത്തിൽ ആധാരമുണ്ടോ? വചനത്തിൽ ആധാരമില്ല. വചനത്തിലെ സത്യത്തിന് വേണ്ടി നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ ഈ കാര്യത്തിൽ മുതിർന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവം വരുന്ന ദിവസങ്ങളിൽ പ്രകാശം നമുക്ക് ഈ വിഷയത്തിൽ തരട്ടെ. യഥാർത്ഥമായ ശരിയായ ദൈവബോധത്തിൽ പഠിപ്പിച്ചുള്ള സത്യങ്ങളെ പിൻപറ്റി മുന്നോട്ട് പോകുന്നതിന് ഇന്ന് പ്രകാശനം ചെയ്യുന്ന പുസ്തകം അനേകർക്ക് സഹായകമായി തീരട്ടെ എന്ന് ആശംസയായിട്ടോടെ ഒരു വാക്ക് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞ് എന്റെ വാക്കുകൾ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.